നമസ്കാരം. ഇറാനിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും കൂടി തകർത്തതിന് ശേഷവുമുള്ള ചിത്രങ്ങളുടെ താരതമ്യ പഠനം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലബനനിലെ ആക്രമണം കൂടി ഇസ്രായേൽ നടത്തിയതോടെ ഇറാൻ സമ്പൂർണ്ണമായി സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള വാർത്തകൾ വരികയാണ്. ഇറാൻ്റെ നിലപാടിനെക്കുറിച്ച് തസ്നിം ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര നിരീക്ഷകരാകെ ആശങ്കയോടെ കാണുകയാണ്. ഒപ്പം ഈ ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയെ പിടിച്ചു കുലുക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ പോക്ക് മുന്നോട്ട് പോയാൽ അമേരിക്ക സമാധാന ചർച്ചകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, ഇറാനെയും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക നിഗമനത്തിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് നടക്കുന്നത്? ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ പ്രാധാന്യം എന്താണ്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ലബനനിൽ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ അമേരിക്കയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിലെ എല്ലാ സമാധാന ചർച്ചകളും ഇറാൻ സ്വമേധയാ നിർത്തിവെച്ചു എന്ന പ്രഖ്യാപനം. സമാധാന ചർച്ചകൾക്കായുള്ള വെടിനിർത്തൽ വ്യവസ്ഥകളിൽ പ്രധാനം ലബനനായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ച് ലബനനിൽ അസാധാരണമായ ആക്രമണം നടത്തുകയും തന്ത്രപ്രധാനമായ ഇടങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥർ വഴിയുള്ള സകല ചർച്ചകളും സന്ദേശ കൈമാറ്റങ്ങളും ഇറാൻ നിർത്തിവെച്ചു എന്ന തസ്നിം ന്യൂസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ചർച്ച നിർത്തിവെച്ചതായി ഇറാൻ ഔദ്യോഗികമായി മധ്യസ്ഥരെ അറിയിച്ചതായി വിവരമില്ല. എന്നാൽ തസ്നിം ന്യൂസിൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഇറാൻ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. പ്രധാന കാര്യം, അമേരിക്ക ഇറാൻ്റെ തീരുമാനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കേവലം ഇസ്രായേലിൻ്റെ ലബനൻ ആക്രമണം കൊണ്ട് മാത്രമല്ല ആ തീരുമാനം എന്നതാണ് US-ൻ്റെ ആശങ്കയുടെ അടിസ്ഥാനം. സമാന്തരമായി US-ഉമായി ആലോചിച്ചാണ്, ഒന്നും കൂടി പേടിപ്പിച്ച് ഇതിലേക്ക് അടുപ്പിക്കാനാണ് നെതന്യാഹുവിൻ്റെ ഈ നീക്കം എന്നുള്ള ഒരു ചർച്ച ഒരു ഭാഗത്തുണ്ട്. ഒപ്പം സമാന്തരമായി US-ൻ്റെ സൈന്യം ഇറാനുമായി ചില ഡ്രോൺ ആക്രമണങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇറാൻ ഇമ്മാതിരി ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്ന് US കരുതിയില്ല. അതിന് പ്രധാനപ്പെട്ട ആശങ്കയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ്. വീണ്ടും ഒരു യുദ്ധത്തെ മുമ്പത്തേക്കാൾ വീറോടെ നേരിടാൻ കെൽപ്പുള്ള വിധം ആയുധശക്തി വീണ്ടെടുത്തു ഇറാൻ എന്നുള്ളതാണ്. അതാണ് അമേരിക്കയുടെ ആശങ്കയും. നേരത്തെ വെടിനിർത്തൽ കാലയളവിൽ US-ഉം ഇസ്രായേലും തകർത്ത ആയുധശേഷിയും യുദ്ധ സാഹചര്യങ്ങളും ഇറാൻ പുനർനിർമ്മിച്ചു വരുന്നതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇറാനിലെ US-ഉം ഇസ്രായേലും തകർത്ത തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തകർക്കപ്പെട്ട അവസ്ഥകളുടെ 60% പുനർനിർമ്മിക്കുകയും ആയുധശേഷി വീണ്ടെടുക്കുകയും ചെയ്തു എന്നാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള US-ൻ്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് സമാധാന ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നെതന്യാഹു ലബനനിൽ ആക്രമണം നടത്തിയത്. ഇറാനെ സമ്പൂർണ്ണമായി തകർക്കണം എന്ന നിബന്ധനയാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ സമാധാന ചർച്ചകളുടെ സാധ്യതകൾ മാക്സിമം നോക്കുകയാണ് ട്രംപ്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം. അപ്പോഴാണ് അത് മുടക്കാൻ ഇസ്രായേൽ ലബനനിലെ ആക്രമണവും അധിനിവേശവും ഘടിപ്പിച്ചത്. ഈ ഘട്ടത്തിലാണ് ഇറാൻ സമാധാനത്തിനായി തങ്ങൾ വിധേയപ്പെട്ട് കാത്തുനിൽക്കുന്ന രാജ്യമല്ല, ഞങ്ങൾക്ക് ആത്മാഭിമാനമുള്ള രാജ്യമാണ്, അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. തസ്നിം ന്യൂസിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതും ഇറാൻ്റെ ഈ കടുത്ത നിലപാടിലേക്ക് അവർ കടക്കുന്നു എന്ന് തന്നെയാണ്. ഇതേസമയം US-ന് മുന്നറിയിപ്പുമായി അബ്ബാസ് അരാക്ചി, ഇറാൻ വിദേശകാര്യമന്ത്രി, രംഗത്തെത്തിയത് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കുള്ളത്. വെടിനിർത്തൽ ലംഘനത്തിൻ്റെ അനന്തര ഫലങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളാണ്, അതെങ്ങനെയായാലും അതിന് അവരാണ് ഉത്തരവാദികളെന്ന് അബ്ബാസ് അരാക്ചി പറഞ്ഞു. ലബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ ഒരു വെടിനിർത്തൽ ഇറാനും അമേരിക്കയും ഉണ്ടാക്കുന്നു. സമഗ്രമായ വെടിനിർത്തൽ കരാർ ഏതെങ്കിലും മുന്നണിയുടെ ലംഘനമുണ്ടായാൽ വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കും എന്ന് വ്യക്തമാക്കിയതുമാണ്. ഈ വെടിനിർത്തലിൽ ഒരു മുന്നണി അത് ലംഘിച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. ആ ലംഘനത്തിൻ്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളായിരിക്കും എന്നാണ് അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ചത്. ഗാസയിലും ലബനനിലും ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഭാഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ US രംഗത്തെത്തിയതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ബെയ്റൂട്ടിന് ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രാന്തപ്രദേശത്തിനും നേരെ ഇനി ഇസ്രായേൽ ആക്രമണം നടത്തില്ല
എന്ന കരാർ, ഭാഗികമായ കരാർ ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഭാഗികമായ വെടിനിർത്തൽ അടിയന്തരമായി കൈക്കൊണ്ടതിന് പിന്നിൽ ഇറാനെ തണുപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഈ വിഷയങ്ങളിൽ തങ്ങൾ സംതൃപ്തരാകുന്നതുവരെ ചർച്ചകൾക്കുണ്ടാകില്ലെന്ന നിലപാടിൽ പക്ഷേ ഇറാൻ ഉറച്ചു നിൽക്കുകയുമാണ്. ലെബനൻ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതിന് പിന്നാലെയാണ് തീരുമാനമെന്നും തസ്നിം ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തടയാനും ഇറാൻ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ സാഹചര്യം, ഈ ഇറാൻ്റെ ഒരുക്കങ്ങൾ എന്താണ് എന്ന് നോക്കാം. മെയ് 2026 പുറത്തു വന്ന വിവിധ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് വിശകലനങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇറാൻ്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി എങ്കിലും അവ പൂർണ്ണമായി തകർന്നിട്ടില്ല. മറിച്ച് ആക്രമണത്തിന് പിന്നാലെ അതിവേഗ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങളിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ മിസൈൽ ബങ്കറുകൾ, ഭൂഗർഭ തുരങ്കങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ആണവ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എല്ലാം തകർത്തു എന്നാണ് പറഞ്ഞിരുന്നത്. മാർച്ച് മാസത്തിലെ ചിത്രങ്ങളിൽ നിരവധി തുരങ്കവാതിലുകൾ തകർന്നതും പ്രവേശന മാർഗങ്ങൾ മൂടപ്പെട്ടതും വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ മെയ് മാസത്തോടെ എടുത്ത പുതിയ ചിത്രങ്ങളിൽ ബുൾഡോസറുകളും ഭാരവാഹനങ്ങളും ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും മൂടിക്കിടന്ന തുരങ്കവാതിലുകൾ വീണ്ടും തുറക്കുന്നതും കണ്ടെത്തി. ചില റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമിക്കപ്പെട്ട 69 തുരങ്ക പ്രവേശനങ്ങളിൽ ഏകദേശം 50 എണ്ണം വീണ്ടും പ്രവർത്തനക്ഷമമാക്കി എന്നാണ് വിലയിരുത്തൽ. ആണവ കേന്ദ്രങ്ങൾ ഫോഡോ, നഥാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും സുരക്ഷാ ശാക്തീകരണങ്ങളും നടക്കുന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് US മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ചില സ്ഥലങ്ങളിൽ പുതിയ കോൺക്രീറ്റ് സംരക്ഷണ കവചങ്ങളും മണ്ണിട്ട് മറച്ച നിർമ്മിതികളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും ഇതുകൊണ്ട് ഇറാൻ പഴയ നിലയിലേക്ക് പൂർണ്ണമായി മടങ്ങിയെന്ന് അർത്ഥമാക്കാനാവില്ല. പ്രത്യേകിച്ചും സെൻട്രിക് ഫ്യൂജ് സൗകര്യങ്ങൾ, ഉൽപ്പാദന സംവിധാനങ്ങൾ, ചില ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് വിദഗ്ധർ കരുതുന്നു. പക്ഷേ അവർക്ക് 50% മേലെ തങ്ങളുടെ പഴയ സാഹചര്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി, അത്യധ്വാനം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ലക്ഷ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇറാൻ്റെ ദീർഘദൂര മിസൈൽ ശൃംഖലയെ ദീർഘകാലത്തേക്ക് ദുർബലപ്പെടുത്തുക എന്നായിരുന്നു. എന്നാൽ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ തുരങ്കങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന സൂചനകൾ അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ തന്നെ ആശങ്കയുയർത്തി. ചില വിശകലനങ്ങൾ പ്രകാരം ഇറാൻ നടത്തിയ തിരിച്ചടികൾ അമേരിക്ക പൊതുവിൽ സമ്മതിച്ചതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കാമെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോഴും വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഡ്രോൺ ശേഷിയും നിലനിർത്തുന്നുണ്ട് എന്നും വിലയിരുത്തലുണ്ട്. ഭൂഗർഭ തുരങ്ക ശൃംഖലകളും മൊബൈൽ ലോഞ്ചറുകളും കാരണം പൂർണ്ണമായി നിർവീര്യമാക്കുക എളുപ്പമല്ല. അതേസമയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ചില നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇന്ധന ലോജിസ്റ്റിക് ശൃംഖലകൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ആക്രമണശേഷിയെ ബാധിച്ചിട്ടുണ്ടാകാം. അതിനാൽ പഴയതുപോലെ ദീർഘകാല യുദ്ധം നടത്താനുള്ള ശേഷി ഉടൻ തന്നെ വീണ്ടെടുത്തു എന്ന് പറയാൻ ആവില്ല. എങ്കിലും പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ പഴയതുപോലെ ചിലപ്പോൾ അതിനേക്കാൾ ഊർജ്ജസ്വലമായി തിരിച്ചടിക്കാൻ US-നോട് തിരിച്ചടിക്കാൻ ഇവർക്കാകും, ഇറാനാഴും. പക്ഷേ അതിനെ നേരിടാനുള്ള പഴയ അവസ്ഥ US-ന് ഇല്ല താനും എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമനാവിക ശക്തിയുണ്ട്. മേഖലയിൽ വ്യാപകമായ സൈനിക സാന്നിധ്യവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ അടുത്ത കാലത്തെ സംഘർഷങ്ങൾ ഒരു കാര്യം തെളിയിച്ചത്, കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളും വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളും പൂർണ്ണമായും തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതിനെ മറികടന്ന് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ഇറാൻ്റെ ലക്ഷ്യം അവർ നേടുന്നുണ്ട്. അവരുടെ മുന്നോട്ട് പോക്കിൽ അങ്ങനെ സമ്പൂർണ്ണമായി അമേരിക്കയ്ക്ക് തടയാനുള്ള സാഹചര്യം വിജയത്തിലെത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭാവിയിൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്ക് ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ നാശനഷ്ടം വരുത്താൻ കഴിയുമായിരിക്കും. എന്നാൽ എല്ലാ മിസൈൽ ശേഷിയും പൂർണ്ണമായി ഇല്ലാതാക്കുക പ്രയാസകരമായിരിക്കും എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സാഹചര്യത്തിൽ നേരിട്ട് ലെബനൻ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് തിരിച്ചടിയായി എന്നാണ് US-ൻ്റെ വിലയിരുത്തൽ. ബെയ്റൂട്ടിലെ ഇസ്രായേലിൻ്റെ ആക്രമണ പദ്ധതി US-ഉമായി ഏകോപിപ്പിച്ചാണ് ചെയ്യുന്നത് എന്ന് CNN കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് സമ്പൂർണ്ണമായി ഈ ഇറാൻ സമാധാന നീക്കത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചല്ല, ഇറാനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരുന്നു. പക്ഷേ സംഗതി തിരിച്ചടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ US സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് വീണ്ടും സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയും ഇതിനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ കടുത്ത തീരുമാനം പ്രഖ്യാപിക്കും. തൽക്കാലത്തേക്ക് ഒരു ഭാഗിക വെടിനിർത്തൽ ലെബനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇനി ഇറാൻ ഏത് മട്ടിൽ സ്വീകരിക്കുമെന്ന് വ്യക്തമല്ല. അതേസമയം തന്നെ ഇറാൻ്റെ ഒരുക്കങ്ങൾ അമേരിക്കൻ ഏജൻസികൾക്ക്, പ്രതിരോധ വൃത്തങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറാൻ്റെ ഇപ്പോഴത്തെ ശേഷിയെ സംബന്ധിച്ചുള്ള അവ്യക്തത അവരെ വലിയ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ട്രംപിൻ്റെ പ്രതീക്ഷകൾ ഇനി യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അസ്തമിക്കുമെന്ന് ഉറപ്പാണ്.
ഉറപ്പാണ്. നിലവിൽ സമാധാന കരാറിൽ എങ്ങനെയെങ്കിലും എത്തുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. US പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിലും കഴിയില്ല. ഇടക്കാല തെരഞ്ഞെടുപ്പും വരികയാണ്. ഈ ഘട്ടത്തിൽ ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു എന്ന ബഡായി നാഴികയ്ക്ക് 40 വട്ടം പുറത്തുവിടുന്നതല്ലാതെ ആ ബഡായിയുടെ സമയത്ത് ഇറാൻ അത്യധ്വാനം ചെയ്ത് പഴയ കരുത്തിലേക്ക് മടങ്ങി എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇറാൻ്റെ നിലപാട് US ആശങ്കയോടെ കാണുന്നു. ഇനി ഒരിക്കൽ കൂടി ഇറാനെ യുദ്ധത്തിലേക്ക് എത്തിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതം വിലയിരുത്താൻ കഴിയാത്ത നിലയിലാണ്. ചൈനയും റഷ്യയും കരുത്തരായി ഒപ്പമുണ്ട്. കാസ്പിയൻ കടലിടുക്ക് വഴി റഷ്യയുടെ സഹായം ലഭിച്ച കാര്യം കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആയുധശക്തി അവർ പൂർണ്ണമായി ഇല്ലെങ്കിലും 60% സ്വായത്തമാക്കി. ചൈനയും ഇനിയും സഹായിക്കാതെ പരസ്യമായി വേണ്ടി വന്നാൽ ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പുനർനിർമ്മാണം ഒരു പരിധിവരെ നടന്നു. പ്രതിരോധത്തിനും തിരിച്ചടിക്കും വേണ്ട പദ്ധതികൾ ഇറാൻ നടപ്പാക്കാൻ ശക്തമാണ്. അതുകൊണ്ട് ഇറാൻ യുദ്ധത്തെ തുടർന്ന് വലിയ നഷ്ടമുണ്ടായ US-ന് ഉടനെ ഒരു വമ്പൻ ആക്രമണം ആലോചിക്കാനും പറ്റില്ല. ട്രംപിൻ്റെ ഭീഷണികളിൽ പേടിച്ചിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇറാനിലില്ല എന്നുള്ളത് വസ്തുതയുമാണ്. ഈ യുദ്ധ സാഹചര്യം ഇനി എങ്ങനെയൊക്കെ മാറും എന്ന് കാത്തിരുന്ന് കാണാം. ലോകം ഉറ്റുനോക്കുകയാണ്. നന്ദി, നമസ്കാരം.